ദുആ സ്വഹീഹാകണമെങ്കിൽ, പൂർണ്ണമായും അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഹംദ് പറഞ്ഞിട്ട് സ്വലാത്ത് പറയണം. മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടൊരു സ്വഹാബി ദുആ ചെയ്തു. ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നല്ല വചനങ്ങളാണ് ദുആർക്കുന്നത്. പക്ഷേ ദുആഇന്റെ മുമ്പ് ഹംദില്ല, സ്വലാത്തില്ല. ദുആ മാത്രം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയപ്പോ തങ്ങൾ പറഞ്ഞു, അജില ഹാദാ, അജില ഹാദാ. ഈ സ്വഹാബിക്ക് തിരക്കായി പോയി, ഈ സ്വഹാബിക്ക് തിരക്ക് കൂടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ കൈയുയർത്തി ദുആർക്കുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്, സ്വലാത്തും ചൊല്ലിയിട്ട് അങ്ങനെ ദുആർക്കുമ്പോ പിറകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൽ, ചോദിച്ചോളൂ, എത്രയും ചോദിച്ചോളൂ, തുഴുത്ത, നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടും. എന്തേ ആദ്യം ദ്വാരുന്ന ആൾക്ക് ഇങ്ങനെ പറയാതിരുന്നത്? ആ ദ്വാരുന്ന ആള് ഹംദും സ്വലാത്തും ചൊല്ലിയില്ല. ഹംദും സ്വലാത്തും ഒരു സമർപ്പണമാണ്. ആ ഹംദും സ്വലാത്തും ഒരു വലിയ ഇബാദത്താണ്, അദബാണ്. അത് നിർവഹിക്കാതെ ദുആഇന് ഉത്തരമില്ലെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്, സ്വലാത്ത് ചൊല്ലുന്നവരുടെ ദുആഇന് വലിയ ഉത്തരമുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഹംദും സ്വലാത്തും ദുആഇന്റെ ഉത്തരം കിട്ടാൻ വലിയ കാരണമാണ്.